നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. BJP രാജ്യം ഭരിക്കാൻ അറിയാത്ത പാർട്ടിയെന്ന് കെ സുധാകരൻ. കാശ്മീരിലെത്തിയ സാധാരണ ജനങ്ങളെ സംരക്ഷിക്കാനായില്ലെന്നും വിമർശനം. ചേറ്റൂർ വിഷയത്തിലും BJPക്ക് മറുപടി. ചേറ്റൂർ C. ശങ്കരൻ നായരെ അനുസ്മരിച്ച് കോൺഗ്രസ്. പള്ളിക്കുന്നിലെ ബസ് അപകടത്തിൽ നടപടി. ഡ്രൈവറുടെ ലൈസൻസ് മരവിപ്പിച്ചു. ഡ്രൈവർ ലിബിന് നിർബന്ധിത പരിശീലനം. നടപടി കണ്ണൂർ എൻഫോഴ്സ്മെന്റ് RTO B. സാജുവിന്റേത്. കണ്ണൂർ നഗരം സാമൂഹ്യ വിരുദ്ധരുടെ താവളം. അയൽ സംസ്ഥാന തൊഴിലാളി കുത്തേറ്റ് ഗുരുതരാവസ്ഥയിൽ. പ്രതികൾ പിടിയിൽ. കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്തു. പിന്നിൽ സെക്സ് റാക്കറ്റെന്ന് പോലീസ്. വിശദമായ വാർത്തകളിലേക്ക്. BJP രാജ്യം ഭരിക്കാൻ അറിയാത്ത പാർട്ടിയാണെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. കണ്ണൂർ DCC ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാശ്മീരിലെത്തിയ സാധാരണക്കാരായ ജനങ്ങളെ സംരക്ഷിക്കാൻ BJP സർക്കാരിന് കഴിഞ്ഞില്ല. കോൺഗ്രസ് ഏറെക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ച പാർട്ടിയാണ്. ഭരണപരിചയമുള്ള മുതിർന്ന നേതാക്കളാണ് അന്ന് രാജ്യം ഭരിച്ചിരുന്നത് എന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. ചേറ്റൂരിനെ ഓർമ്മിക്കാൻ എപ്പോഴാണ് BJP വന്നത്? BJP വന്നത് ഈ വർഷമാണ്. ഞങ്ങളിതിനു മുമ്പ് വന്നിട്ടുണ്ട്. എല്ലാ DCCയിലും എല്ലാ വർഷവും നമ്മൾ അദ്ദേഹത്തെ ഓർമ്മിക്കാറുണ്ട്. BJP അല്ല, ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ മക്കളാണ്, ഈ നാടിൻ്റെ മക്കളാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് പാവപ്പെട്ടവൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്ത ഒരു നാണം കെട്ട ഗവൺമെൻറ്റാണ് ഇന്ത്യ ഭരിക്കുന്നത്. എന്താ പഹൽഗാമിലുണ്ടായത്? എന്താ പ്രതികരിച്ചത്? എന്ത് ചെയ്തു? അതിനെതിരായി പാകിസ്ഥാനോട് എന്തു പറഞ്ഞു? പാകിസ്ഥാനി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഈ രാഷ്ട്രത്തോട് ഉത്തരവാദിത്വം പോലും നിറവേറ്റാത്ത, കഴിവില്ലാത്ത ഒരു പാവം പാർട്ടിയാണ് BJP. AICC പ്രസിഡന്റായ ഏക മലയാളിയും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല രാജ്യാന്തര ശ്രദ്ധയിലെത്തിച്ച ദേശീയവാദിയുമായ സർ ചേറ്റൂർ ശങ്കരൻ നായർ 91ാം ചരമദിനാചരണത്തിൽ DCC ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ അധ്യക്ഷതയിൽ KPCC അധ്യക്ഷൻ കെ സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്ര ചരിത്രത്തിൽ തിളക്കം കൊണ്ട് നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന ഒരു ദിവസമാണ്. 90 വയസ്സിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ഈ രാജ്യത്തിന് നേതൃത്വം കൊടുക്കാൻ കരുത്തുറ്റ ഒരു മലയാളി. വക്കീൽ പണിയാണ് അദ്ദേഹം പഠിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഈ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള പോരാട്ടമായിരുന്നു. ചേറ്റൂർ ശങ്കരൻ നായർ നമ്മുടെ നാടിൻ്റെ ആത്മാഭിമാനം. അദ്ദേഹം നിയമം പഠിച്ച് നിയമത്തിൽ കത്തി ജ്വലിക്കുന്ന വക്കീലായിരുന്നു. തമിഴ്നാടിൽ അഡ്വക്കേറ്റ് ജനറലായിരുന്നു. പിന്നീട് ജഡ്ജിയായി. കോൺഗ്രസിന് നിയമത്തിന്റെ വഴി തുറന്നുകൊടുത്ത കരുത്തനായ നേതാവ് നമ്മൾ വിട്ടുപിരിഞ്ഞിട്ട് 90 വർഷം കഴിയുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്കൊരു നിമിഷം മൗനമാചരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നടന്ന മൗനപ്രാർത്ഥനയിൽ നേതാക്കളായ സോണി സെബാസ്റ്റ്യൻ, PT മാത്യു, AD മുസ്തഫ, റിജിൽ മാക്കുറ്റി, ഷമ മുഹമ്മദ്, P. ജയകൃഷ്ണൻ, വിത നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചേറ്റൂർ C. ശങ്കരൻ നായരെ BJP തങ്ങളോട് ആഭിമുഖ്യം പുലർത്തുന്നയാളെന്ന വാദം അപഹാസ്യമാണെന്ന് DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് പറഞ്ഞു. സംസ്ഥാനത്തെ മുഴുവൻ DCCയിലും കണ്ണൂർ ഉൾപ്പെടെ സ്ഥിരമായി ചേറ്റൂർ C. ശങ്കരൻ നായരെ അനുസ്മരിക്കാറുണ്ടെന്നും DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് കൂട്ടിച്ചേർത്തു. കണ്ണൂർ സ്വദേശിയായ തോട്ടമുടമ കുടകിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കണ്ണൂരിലെ കൊയിലി ആശുപത്രി ഉടമ പരേതനായ കൊയിലി ഭാസ്കരന്റെ മകൻ പ്രദീപ് കൊയിലിയാണ് മരിച്ചത്. വിരാജ്പേട്ട താലൂക്കിലെ B. ഷെട്ടിഗിരിയിൽ ആണ് മൃതദേഹം കണ്ടെത്തിയത്. കഴുത്തറുത്ത നിലയിലായിരുന്നു മൃതദേഹം. കൊലപാതകമാണെന്ന സംശയത്തിലാണ് പോലീസ്. ഗോണിക്കുപ്പ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങിയെങ്കിലും സംഭവത്തിന് വ്യക്തത വന്നിട്ടില്ല. പ്രദീപിന് ഇവിടെ 32 ഏക്കറോളം കാപ്പിത്തോട്ടമുണ്ട്. ഇത് വിൽക്കാനുള്ള ശ്രമത്തിലായിരുന്നു പ്രദീപ്. അവിവാഹിതനാണ്. ഗോണിക്കുപ്പ SIയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. പ്രദീപ് തോട്ടത്തിലെ ഒറ്റമുറി കെട്ടിടത്തിലായിരുന്നു താമസം. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.
ലൈസൻസ് ഇല്ലാത്ത നാടൻ തോക്കുമായി പന്നിയെ വെടിവെക്കാനിറങ്ങിയ റിട്ടയർഡ് SI അറസ്റ്റിൽ. വാരം മൊണ്ടയാട് സ്വദേശി മച്ചിതാനിക്കൽ ഹൌസിൽ MJ സെബാസ്റ്റിനെയാണ് വാരം തക്കാളി പീടികയിൽ വെച്ച് ചക്കരക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇദ്ദേഹം മദ്യലഹരിയിലായിരുന്നു. ഇന്നലെ രാത്രി വാരം തക്കാളി പീടികയിൽ വെച്ച് സെബാസ്റ്റ്യൻ സഞ്ചരിച്ച ജീപ്പ് കുഴിയിൽ താണതിനെ തുടർന്ന് നാട്ടുകാർ കൂടിയപ്പോൾ താൻ SI ആണെന്നും പന്നിയെ വെടിവെക്കാൻ ഇറങ്ങിയതാണെന്നും പറഞ്ഞു. ഇദ്ദേഹം മദ്യലഹരിയിലായിരുന്നു. നാട്ടുകാർ ചക്കരക്കൽ സ്റ്റേഷനിൽ അറിയിച്ചതിനെ തുടർന്ന് SI പ്രേമരാജൻ, ASI ഷാജു, CPOമാരായ ഷിജു, അർജുൻ എന്നിവർ ചേർന്ന് കൈവശമുണ്ടായിരുന്ന നാടൻ തോക്കും 3 തിരകളും പിടിച്ചെടുത്തു പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. CI MP ആസാദ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതിയെ കണ്ണൂർ JFCM 3 കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി വാർത്തയിൽ ഒരു ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. BJP രാജ്യം ഭരിക്കാൻ അറിയാത്ത പാർട്ടിയെന്ന് K. സുധാകരൻ. കാശ്മീരിലെത്തിയ സാധാരണ ജനങ്ങളെ സംരക്ഷിക്കാനായില്ലെന്നും വിമർശനം. ചേറ്റൂർ വിഷയത്തിലും BJPക്ക് മറുപടി. ചേറ്റൂർ C. ശങ്കരൻ നായരെ അനുസ്മരിച്ച് കോൺഗ്രസ്. പള്ളിക്കുന്നിലെ ബസ് അപകടത്തിൽ നടപടി. ഡ്രൈവറുടെ ലൈസൻസ് മരവിപ്പിച്ചു. ഡ്രൈവർ ലിബിന് നിർബന്ധിത പരിശീലനം. നടപടി കണ്ണൂർ എൻഫോഴ്സ്മെന്റ് RTO B. സാജുവിന്റേത്. കണ്ണൂർ നഗരം സാമൂഹ്യ വിരുദ്ധരുടെ താവളം. അയൽ സംസ്ഥാന തൊഴിലാളി കുത്തേറ്റ് ഗുരുതരാവസ്ഥയിൽ. പ്രതികൾ പിടിയിൽ. കുത്താനുപയോഗിച്ച കത്തി കണ്ടെടുത്തു. പിന്നിൽ സെക്സ് റാക്കറ്റെന്ന് പോലീസ്. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. കണ്ണൂർ പൊടിക്കുണ്ടിൽ കഴിഞ്ഞ ദിവസം ലോറിയുമായി അപകടമുണ്ടാക്കിയ ബസ് ഡ്രൈവറുടെ ലൈസൻസ് 6 മാസത്തേക്ക് മരവിപ്പിച്ചു. കണ്ണൂർ എൻഫോഴ്സ്മെന്റ് RTO ആണ് നടപടിയെടുത്തത്. ഡ്രൈവർ റിബിനെ IDTR പരിശീലനത്തിന് അയക്കാനും തീരുമാനിച്ചു. ഏപ്രിൽ 21-ന് കണ്ണൂർ വെച്ച് അപകടകരമായ രീതിയിൽ ബസ് ഓടിച്ച് ലോറിയുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടാവുകയും തുടർന്ന് ലോറി ഡ്രൈവർ മരിക്കാൻ ഇടയായ സാഹചര്യത്തിലുമാണ് ബസ് ഡ്രൈവർ VK റിബിന്റെ ലൈസൻസ് 6 മാസത്തേക്ക് മരവിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്. റിബിനെ IDTR പരിശീലനത്തിന് അയക്കാനും കണ്ണൂർ എൻഫോഴ്സ്മെന്റ് RTO B. സാജു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കണ്ണൂരിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ശക്തി പകരുന്നതിനു വേണ്ടി യുവസംരംഭകരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട കണ്ണൂർ ഡിസ്ട്രിക്ട് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മെർക്കന്റൈൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കിംകയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ദുബായിലെ കറാമയിൽ നടന്നു. 4 പ്രമുഖ അന്തർദേശീയ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് കണ്ണൂരിൽ ആരംഭിക്കുന്ന 100 കോടിയുടെ പദ്ധതികളുടെ വ്യാപാര ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ചുകൊണ്ടാണ് കുബീബ് CK നേതൃത്വം നൽകുന്ന കിംകോ സൊസൈറ്റിയുടെ പ്രഖ്യാപനം നടന്നത്. സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച ദുബായ് കറാമയിലെ ഓഫീസിലാണ് പ്രൗഢമായ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത്. രാജ്യസഭാ MP സന്തോഷ് കുമാർ, കണ്ണൂർ മേയർ മുസ്ലിഹ് മഠത്തിൽ, ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ഇന്ദിര, വ്യവസായ പ്രമുഖൻ ജമാൽ ദുബായ്, ഹിദായത്ത് മട്ടന്നൂർ, പ്രതുൽ കണ്ണൂർ, ഹമീദ് P, ദേവേഷ് ഗുപ്ത, ജിത്തു രാജൻ, സാദിഖ് അബൂബക്കർ തുടങ്ങി നിരവധി ബിസിനസ് പ്രമുഖർ ഉദ്ഘാടന വേളയിൽ സംബന്ധിച്ചു. ലോകത്തെ ഏറ്റവും യുവസമ്പത്തുള്ള ഇന്ത്യക്ക് തന്നെ മാതൃകയായി ഈ കൂട്ടായ്മയും പദ്ധതികളും മാറട്ടെയെന്ന് MP സന്തോഷ് കുമാർ അഭിപ്രായപ്പെട്ടു. കണ്ണൂരിൽ നിന്നും യുവ സംരംഭകർ നേതൃത്വം നൽകുന്ന ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന വേദികൾ ഉയർന്നുവരുന്നത് വലിയ പ്രതീക്ഷ നൽകുന്നുവെന്ന് മേയർ മുസ്ലിഹ് മഠത്തിലും പറഞ്ഞു. ടുഗുമുലിസ് ടെക്നോളജീസ്, ബ്രൈറ്റ് ഹബ്
ഹബ്ബ്, എയ്റോ AI, ടോക്കോ തുടങ്ങിയ കമ്പനികളുടെ മാനേജിംഗ് ഡയറക്ടർമാരായ നവനീത് കൃഷ്ണൻ, സമീർ റാം, ശങ്കർ തുടങ്ങിയവരാണ് ആദ്യഘട്ട പദ്ധതികളുടെ സഹകരണ പത്രത്തിൽ ഒപ്പുവച്ചത്. അന്തർദേശീയ നിലവാരമുള്ള സാങ്കേതിക സംവിധാനങ്ങളോട് കൂടിയതും മികച്ച ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമായ സ്മാർട്ട് സിറ്റി, ഏറ്റവും മികച്ച കാർഷിക പ്രോസസിംഗ് എക്സ്പേർട്ടിംഗ് കേന്ദ്രം, IT നോളജ് ഹബ്ബ്, ഹോസ്പിറ്റാലിറ്റി ടൂറിസം സംരംഭങ്ങൾ തുടങ്ങി യുവാക്കൾക്ക് സംരംഭകത്വ തൊഴിൽ പ്രാതിനിധ്യം ഉറപ്പു നൽകുകയും ആഗോള സാധ്യതകളെ കൂടി പരിചയപ്പെടുത്തുന്ന ബിസിനസ്സിൽ ആത്മവിശ്വാസം നൽകുന്ന വേദിയായി കിംകോ നിലകൊള്ളുമെന്ന് പ്രഥമ ചെയർമാനും യുവ സംരംഭകനുമായ കുബീബ് CKയുടെ പ്രഖ്യാപനം സദസ്സ് ഹർഷാരവത്തോടെ സ്വീകരിച്ചു. കണ്ണൂർ ജില്ലയിലെ കാർഷിക, ഇൻഫ്രാസ്ട്രക്ചർ, IT, ടൂറിസം മേഖലകളിൽ നേരിട്ട് സംരംഭകത്വ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ബൃഹത് പദ്ധതികളാണ് കിംകോ സൊസൈറ്റി വിഭാവനം ചെയ്യുന്നത്. മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും കമ്പനികളെ കണ്ണൂരിലേക്ക് ആകർഷിക്കുവാനുള്ള ബൃഹത്തായ പ്രൊജക്ടുകളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡയറക്ടർമാരായ ഷാജഹാൻ മൂസ, ദീപക് MS, പ്രവീൺ കുമാർ തുടങ്ങിയവർ ദുബായിൽ നടന്ന പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി ന്യൂസ്, കണ്ണൂർ. കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകരുടെയും പങ്കാളിത്തത്തോടെ കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന തുളസി ഭാസ്കരൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള 6ാമത് സംസ്ഥാന ജേർണലിസ്റ്റ് വോളി മെയ് 2, 3, 4 തീയതികളിലായി കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കും. മാധ്യമപ്രവർത്തകരുടെ മത്സരങ്ങൾക്ക് പുറമെ ഉദ്ഘാടന ദിവസമായ 2ാം തീയതി ജില്ലയിലെ വിവിധ യുവജന സംഘടനാ നേതാക്കൾ പങ്കെടുക്കുന്ന വോളിബോൾ മത്സരവും നടക്കും. ജേർണലിസ്റ്റ് വോളിയുടെ ഉദ്ഘാടനം കേരള കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ നിർവഹിക്കും. 3 സിനിമാ താരവും മുൻ മിസ്റ്റർ ഇന്ത്യയുമായ അബു സലിം, ഷിയാസ് കരീം, രാജീവ് പിള്ള, മിസ്റ്റർ വേൾഡ് ഷിനു ചുവ, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CK വിനീത് ഉൾപ്പെടുന്ന സെലിബ്രിറ്റി ടീം, സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ് IPS നയിക്കുന്ന പോലീസ് ഓഫീസേഴ്സ് ടീമും തമ്മിൽ മത്സരിക്കും. ഫൈനൽ ദിവസമായ 4-ന് വനിതാ പ്രദർശന മത്സരവും ഉണ്ടാകും. ലഹരിക്കെതിരെ കൈകോർത്ത് ജേർണലിസ്റ്റ് വോളിയുടെ ഭാഗമായി ഏപ്രിൽ 27 ഞായറാഴ്ച വൈകുന്നേരം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, MPമാരായ P. സന്തോഷ് കുമാർ, V. ശിവദാസൻ, മുൻ കായിക മന്ത്രി EP ജയരാജൻ, M. വിജിൽ MLA, KP മോഹനൻ MLA, MKM അഷ്റഫ് MLA, KV സുമേഷ് MLA, വിവിധ രാഷ്ട്രീയ നേതാക്കളായ CN ചന്ദ്രൻ, മാർട്ടിൻ ജോർജ്, അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി, KM ഷാജി, KK വിനോദ് കുമാർ, K. രഞ്ജിത്ത്, ബിജു ഏളക്കുഴി, VK സനോജ്, മുൻ കേരള വോളിബോൾ നായകൻ സെബാസ്റ്റ്യൻ ജോർജ് എന്നിവർ അണിനിരക്കുന്ന ടീം ചേംബർ ഓഫ് കൊമേഴ്സുമായി മത്സരിക്കും. മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി PK ശ്രീമതി ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി എന്നിവർ ടീമിന്റെ ഭാഗമാകും. ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. MLA മാർട്ടിൻ ജോർജ്, അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി, KM ഷാജി, KK വിനോദ് കുമാർ, രഞ്ജിത്ത്, ബിജു എളക്കുഴി, VK സനോജ്, മുൻ കേരള വോളിബോൾ നായകൻ സെബാസ്റ്റ്യൻ ജോർജ് എന്നിവർ അണിനിരക്കുന്ന ടീം ചേംബർ ഓഫ് കൊമേഴ്സുമായി മത്സരിക്കും. മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി PK ശ്രീമതി ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി എന്നിവർ ടീമിൻ്റെ ഭാഗമാകും. ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ലഹരിക്കെതിരെ ദീപം തെളിയിച്ചുകൊണ്ട് കളി ആരംഭിക്കും. അപ്പോൾ ഇത്രയും ആളുകൾ, ജനപ്രതിനിധികളും അല്ലാത്തതുമായ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ കർമ്മതലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന പ്രമുഖരായ വ്യക്തിത്വങ്ങൾ, പിന്നെ ഫൈനൽ വിജയമായ 4 വനിതാ പ്രദർശന മത്സരവും നടക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു പുതുമയുണ്ട്, ആകർഷകത്വമുണ്ട്, പ്രത്യേകതകളുണ്ട്, സ്വാഭാവികമെല്ലാം. ലഹരിക്കെതിരെ ദീപം തെളിയിച്ചുകൊണ്ടാണ് കളി ആരംഭിക്കുക. ജയിൽ വകുപ്പ്, എക്സൈസ്, ഫോറസ്റ്റ്, ഡോക്ടേഴ്സ് ടീം, വോളി റഫറീസ്, ടൗൺ സ്ക്വയർ, സിവിൽ സർവീസസ്, പ്രസ് ക്ലബ് എന്നീ ടീമുകൾ പങ്കെടുക്കുന്ന ഏകദിന വോളി ടൂർണമെന്റും സംഘടിപ്പിക്കും. പത്രസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, ജനറൽ കൺവീനർ ഷമീർ ഊർപ്പള്ളി, പ്രസ് ക്ലബ് പ്രസിഡന്റ് C. സുനിൽകുമാർ, സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പ്രശാന്ത് പുത്തലത്ത്, ട്രഷറർ K. സതീശൻ തുടങ്ങിയവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. റെയിൽവേ സ്റ്റേഷൻ കവാടത്തിന് മുന്നിൽ അർദ്ധരാത്രി വെസ്റ്റ് ബംഗാൾ സ്വദേശിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സെക്സ് റാക്കറ്റിൽപ്പെട്ട 3 പേരെ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം വെഞ്ഞാറമൂട് വേളാവൂർ സ്വദേശിയായ മുത്തു, കണ്ണൂർ ആയിക്കരയിലെ ഫാസില, കൊല്ലം സ്വദേശിനിയും കക്കാട് താമസക്കാരിയുമായ സഫൂറ എന്നിവരെയാണ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയും സംഘവും അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് വെസ്റ്റ് ബംഗാൾ സ്വദേശിയും നഗരത്തിലെ ഹോട്ടൽ തൊഴിലാളിയുമായ രഞ്ജിത്ത് മങ്കാറിന് വയറിൽ കുത്തേറ്റത്. കുടൽമാല പുറത്തേക്ക് ചാടിയ നിലയിൽ റോഡിൽ കാണപ്പെട്ട ഇയാളെ പോലീസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇയാൾ പരിയാരത്തുള്ള കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണുള്ളത്. നഗരത്തിൽ തമ്പടിച്ച് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടത്തിവരുന്നവരാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായ സ്ത്രീകളുടെ അടുത്ത് ചെന്ന് രഞ്ജിത്ത് മങ്കാർ അവരുമായി പിടിവലിയുണ്ടാവുകയും ഇതിനിടെ എത്തിയ സഫൂറയുടെ കാമുകൻ കൂടിയായ മുത്തു കത്തികൊണ്ട് വയറിന് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. പിടിച്ചുപറിയാണ് മുത്തുവിന്റെ പ്രധാന തൊഴിൽ. സംഭവശേഷം മുത്തു സ്ഥലത്ത് നിന്ന് ഓടിപ്പോവുകയും സ്ത്രീകൾ സമീപത്ത് നിൽക്കുകയുമായിരുന്നു. സ്ഥലത്തെത്തിയ പോലീസ് സംശയം തോന്നിയ ഫാസിലയെയും സഫൂറയെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് വധശ്രമത്തിന്റെ വിവരം പുറത്തായത്. സംഭവ സ്ഥലത്തിനടുത്ത് ലോറി സ്റ്റാൻഡിൽ 1.5 വർഷം മുമ്പ് ലോറി ഡ്രൈവർ കുത്തേറ്റു മരിച്ച സംഭവത്തിന് പിന്നിലും സാമൂഹ്യ വിരുദ്ധരുടെ കൈകൾ ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു.
നഗരത്തിൽ തമ്പടിച്ചു കഴിയുന്ന അനാശാസ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ തീരുമാനമെന്നും പോലീസ് അറിയിച്ചു. അതോടൊപ്പം പോലീസിന്റെ രാത്രികാല പരിശോധന ശക്തമാക്കുന്നുണ്ടെന്നും പൊതുശല്യമുണ്ടാക്കുന്ന ട്രാൻസ്ജെൻഡർമാർക്കെതിരെയും നടപടി ഉണ്ടാവുമെന്നും പോലീസ് അറിയിച്ചു. പ്രതികളെ പിടികൂടിയ സംഘത്തിൽ എസ്ഐമാരായ അനുരൂപ്, ദീപ്തി, വി വിനോദ്, ഉദ്യോഗസ്ഥരായ നാസർ, ഷൈജു, റമീസ്, മിഥുൻ, ബൈജു എന്നിവരും ഉണ്ടായിരുന്നു. സിറ്റി ന്യൂസ്, കണ്ണൂർ. മുൻ സംസ്ഥാന സ്പോർട്സ് വൈസ് പ്രസിഡന്റും അറിയപ്പെടുന്ന ഗുസ്തി ചാമ്പ്യനും കായിക രംഗത്ത് നിരവധി സംഭാവനകൾ ചെയ്തിട്ടുള്ള MK രാജരത്നത്തിന്റെ 13ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് കണ്ണൂരിലെ കായിക കൂട്ടായ്മ ഗുരുസ്മരണയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഏപ്രിൽ 26-ന് 9-ന് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ മെഗാ ഗുസ്തി മത്സരം KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്യും. ഇതിനോടകം ലഹരിക്കെതിരെ വിളംബര ജാഥ ഉൾപ്പെടെ വിവിധ പരിപാടികൾ ഗുരുസ്മരണ സംഘടിപ്പിച്ചിട്ടുണ്ട്. മത്സരം സംഘടിപ്പിക്കുന്നത് സംസ്ഥാന തലത്തിലെ ഗുസ്തി അസോസിയേഷൻ്റെ തന്നെ ഓഫീഷ്യൽസുകളാണ്. അവരുടെ എല്ലാ സന്നാഹങ്ങളോടുകൂടി സജ്ജീകരണങ്ങളോടുകൂടിയാണ് മത്സരങ്ങൾ അവിടെ സംഘടിപ്പിക്കുന്നതും. അതിനോടനുബന്ധിച്ച് ഉണ്ടാവുന്ന സമ്മാനദാനം വൈകുന്നേരം 6 മണിയോടുകൂടി നമ്മുടെ ബഹുമാനപ്പെട്ട MP ശ്രീ K സുധാകരൻ അവറുകളാണ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. രാവിലത്തെ 8 മണിക്കുള്ള ഗുസ്തി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ KV സുമേഷ്, ബഹുമാനപ്പെട്ട അഴീക്കോട് MLA. അതുപോലെ തന്നെ അതിൽ അധ്യക്ഷൻ വഹിക്കുന്നത് സംസ്ഥാന ഗുസ്തി അസോസിയേഷൻ പ്രസിഡന്റ് M നിസാമുദ്ദീൻ. കൂടാതെ ഈ ഗുസ്തി രംഗത്തുള്ള സംസ്ഥാനത്തെ ദേശീയ തലത്തിലും അറിയപ്പെടുന്ന മഹനീയ വ്യക്തിത്വങ്ങളായ പ്രസൂത് VN, റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, OK വിനീഷ്, മുൻ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ്, മുഹമ്മദ് ഫൈസൽ, ജില്ലാ റെസ്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ്, ഷാഹിൻ പള്ളിക്കണ്ടി, ഇന്ത്യൻ സ്റ്റൈൽ റെസ്ലിംഗ് നാഷണൽ വൈസ് പ്രസിഡന്റ്, കൂടാതെ സംസ്ഥാന പ്രസിഡന്റ്. പിന്നെ മറ്റ് മഹനീയ സാന്നിധ്യങ്ങളായ വേണുഗുരുക്കൾ സയ്യിദ് അബ്ദുൽ ഖാദർ, മുഹമ്മദ് ഷമീർ, CK രാജൻ, മനോജ് കുമാർ, പ്രശാന്ത്, സുഹാസ്, CH പ്രദീപൻ, SM വിവേക്, KVT ആസാബ്, ജയസേനൻ എന്നിവരും ഈ രാവിലത്തെ മത്സരങ്ങളിൽ മുഖ്യാതിഥികളായി ഉണ്ടായിരിക്കും. നമ്മുടെ രാവിലത്തെ പ്രോഗ്രാമിൻ്റെ തന്നെ ഉദ്ഘാടന വേളയിൽ നമ്മുടെ വിശിഷ്ടാതിഥിയായി വരുന്നത് ശ്രീ KV വേണുഗോപാൽ, ബഹുമാനപ്പെട്ട അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് കണ്ണൂർ. സിറ്റി പോലീസ് ASP KV വേണുഗോപാലൻ വിശിഷ്ടാതിഥിയാവും. വൈകിട്ട് 6-ന് നടക്കുന്ന സ്പോർട്സ് സാംസ്കാരിക സമ്മേളനം K സുധാകരൻ MP ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി, DIG യതീഷ് ചന്ദ്ര തുടങ്ങിയവർ പങ്കെടുക്കും. സിനിമാ താരം അബു സലീം സമ്മാനദാനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ സജീവൻ ചെല്ലൂർ, ചെയർമാൻ തമ്പാൻ ബൊമ്മാഞ്ചേരി, രജിത് രാജരത്നം, ഷാഹിർ പള്ളിക്കണ്ടി, സജീവൻ ചെല്ലൂർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കേരളത്തിൽ സമഗ്ര അന്ധവിശ്വാസ നിയമം നിർമ്മിച്ച് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള യുക്തിവാദി സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തി. കേരള യുക്തിവാദി സംഘം സംസ്ഥാന പ്രസിഡന്റ് ഗംഗൻ അഴീക്കോട് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ സമഗ്രമായ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിരോധന നിയമം നിർമ്മിച്ച് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള യുക്തിവാദി സംഘം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന തുടർ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തിയത്. അദ്ദേഹത്തെ ഹിന്ദുത്വത്തിൽ ഒരുപാട് തീവ്രവാദ സംഘടനകളുണ്ട്. ആ തീവ്രവാദ സംഘടനകൾ സനാതന സംസ്ഥയുടെ ആളുകളാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത്. ഒരുപാട് ആളുകളെ പല രീതിയിലും ആക്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് കാൽക്കുർക്കി മരണപ്പെട്ടത്. 2015 CPIയുടെയും യുക്തിവാദി സംഘത്തിൻ്റെയും പ്രമുഖ നേതാവായ ഗോവിന്ദ പൻസാരി ഈ ജില്ലയിലെ വേണ്ടിയുള്ള സമരത്തിലാണ് അദ്ദേഹം. അതുപോലെ തന്നെ കർണാടകയിൽ ഗൗരി ലങ്കേഷ്
അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം അടിയന്തരമായി നിർമ്മിച്ച് നടപ്പിലാക്കുക, ജ്യോത്സ്യവും മന്ത്രവാദവും മഷിനോട്ടവും നിരോധിക്കുക, വ്യാജ ചികിത്സകരെ ജയിലിലടക്കുക, കൃപാസനം അടച്ചുപൂട്ടുക, മതവിശ്വാസത്തിന്റെ ഭാഗമായ കപട ചികിത്സകൾ നിരോധിക്കുക, നിർബന്ധിത സുന്നത്ത് കർമ്മം ബാലാവകാശ കമ്മീഷൻ ഇടപെട്ട് നിരോധിക്കുക, തമിഴ്നാടിന്റെ മാതൃകയിൽ ക്ഷേത്രങ്ങളിലും പള്ളികളിലും കുമിഞ്ഞുകൂടിയ സ്വർണവും വെള്ളിയും മറ്റു വിലപിടിച്ച വസ്തുക്കളും പിടിച്ചെടുത്ത് സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് ഉപയുക്തമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഇങ്ങനെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് 17 വർഷമായി കേരള യുക്തിവാദി സംഘം സമരരംഗത്തുണ്ട്. CP ഹരീന്ദ്രൻ, A പ്രദീപൻ, P ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. അസോസിയേഷൻ ഓഫ് കേരള വാട്ടർ അതോറിറ്റി ഓഫീസേഴ്സ് അക്വയുടെ 6ാമത് സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 26, 27 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ ശിക്ഷക് സദനിലാണ് പരിപാടികൾ നടക്കുക. അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറിയും CPM PB അംഗവുമായ വിജു കൃഷ്ണൻ 26-ന് രാവിലെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മുൻ MP P കരുണാകരൻ 27-ന് പ്രകൃതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ നമ്മുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായി ആദ്യത്തെ ദിവസം അതിൻ്റെ പൊതുസമ്മേളനവും അനുബന്ധ പരിപാടികളും, രണ്ടാമത്തെ ദിവസം പ്രതീതി സമ്മേളനവും മറ്റ് പരിപാടികളുമായിട്ടാണ് അത് സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാന്യനായിട്ടുള്ള അഖിലേന്ത്യാ കിസാൻ സഭയുടെ ജനറൽ സെക്രട്ടറി, CPIM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ വിജു കൃഷ്ണനാണ്. അതുപോലെ തന്നെ ഇതിൽ പ്രതീതി സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുന്നത് വാട്ടർ അതോറിറ്റി മേഖലയിലെ എംപ്ലോയീസ് യൂണിയൻ CITU-വിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള മുൻ MP കൂടിയായിട്ടുള്ള ശ്രീ P കരുണാകരൻ അവറുകളാണ്. മറ്റ് സർവീസ് സംഘടന, ട്രേഡ് യൂണിയൻ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും. അക്വയുടെ മുൻകാല നേതാക്കളുടെ കൂട്ടായ്മ 26-ന് വൈകിട്ട് വാട്ടർ അതോറിറ്റി ബോർഡ് അംഗം R സുഭാഷ് ഉദ്ഘാടനം ചെയ്യും. കേരള വാട്ടർ അതോറിറ്റിയും കേരളത്തിലെ കുടിവെള്ള മേഖലയും നേരിടുന്ന വിവിധ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. കേരള വാട്ടർ അതോറിറ്റിയിലെ എല്ലാ വിഭാഗത്തിലും പെട്ട ഓഫീസർമാരുടെ പൊതു സംഘടനയാണ് അക്വ. അതോറിറ്റി ബോർഡിന്റെ അംഗീകാരമുള്ള ഏക ഓഫീസർ സംഘടനയും അക്വ ആണെന്ന് സംഘാടകർ അവകാശപ്പെട്ടു. വാട്ടർ അതോറിറ്റി മേഖലയിലെ ഓഫീസേഴ്സിനെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ് ഈ പറഞ്ഞിട്ടുള്ള സമ്മേളനം നടത്തിപ്പോയി ബന്ധപ്പെട്ട സംഘടന. അപ്പോൾ ആദ്യമായിട്ടാണ് കണ്ണൂരിൽ ഈ സംഘടനാ സമ്മേളനം നടക്കുന്നത്. സംഘടനക്കകത്തെ അംഗങ്ങളുടെ അവകാശങ്ങളോടൊപ്പം തന്നെ കേരള വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ കേരളത്തിലെ കുടിവെള്ള വിതരണം പൊതുമേഖലയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ശക്തമായ ഇടപെടലും പ്രക്ഷോഭം നടത്തുന്ന ഒരു സംഘടന കൂടിയാണ് ഇത്. അപ്പോൾ അവരവരുടെ അവകാശങ്ങൾക്ക് മാത്രമല്ല, സാമൂഹ്യമായ വിഷയങ്ങളെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇടപെടുന്ന സംഘടന കൂടിയാണ്. അതുകൊണ്ടാണ് ഇത്തരമൊരു സമ്മേളനം ജനകീയമായി തന്നെ സംഘടിപ്പിക്കണം, ജനപങ്കാളിത്തത്തോടുകൂടി നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. വാട്ടർ അതോറിറ്റിയിലെ ടെക്നിക്കൽ, മിനിസ്റ്റീരിയൽ വിഭാഗങ്ങളിലുള്ള ഓഫീസർമാരിൽ 75% പേരും അക്വയിൽ അംഗങ്ങളാണ്. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ P പുരുഷോത്തമൻ, ജനറൽ കൺവീനർ സന്തോഷ് കുമാർ ES, സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ഗിരീഷ് ബാബു, ജില്ലാ സെക്രട്ടറി PS സുബിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ മതഭീകരരുടെ അക്രമത്തിൽ പ്രതിഷേധിച്ച് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നടന്ന പ്രതിഷേധത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. കണ്ണൂർ താളിക്കാവിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി കാൾടെക്സിൽ സമാപിച്ചു. തുടർന്ന് പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ കോലം കത്തിച്ചു. അവരുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു പെൻസിൽ പോലും ഇല്ലാതെ നിരായുധരായ 29ഓളം ആളുകളെയാണ് ഈ പാകിസ്ഥാന്റെ അച്ചാരം വാങ്ങിക്കൊണ്ടുള്ള തീവ്രവാദികൾ മൃഗീയമായി. കാൾടെക്സിൽ നടന്ന പ്രതിഷേധ സംഗമത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് പോലും പാകിസ്ഥാനിൽ ഇത്ര ദുരനുഭവം നേരിടുകയാണ്. എന്നാൽ തീവ്രവാദികളുടെ കൈകൾ എന്നും ഭരണം കൈയാളിയിരുന്ന പാകിസ്ഥാൻ അവരുടെ സർവനാശം അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ
വീണ്ടും ഈ തീവ്രവാദവുമായി ഈ രാജ്യത്തിന് എതിരായി തിരിയാനാണ് ഭാവമെങ്കിൽ സർദാരി അധികകാലം അവിടുത്തെ പ്രസിഡന്റായി പാടില്ല എന്നുള്ള കാര്യം ഓർക്കുമെന്ന്. ഭാരതത്തിനെതിരെ ആരൊക്കെ യുദ്ധം ചെയ്തിട്ടുണ്ടോ അവരൊക്കെ പരാജയപ്പെട്ടു പോയ പാരമ്പര്യമാണ് ഭാരതത്തിലുണ്ടായിരുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു, ശക്തമായ തിരിച്ചടി എവിടെ പോയാലും ഞങ്ങൾ നടത്തുമെന്ന്. ഇന്ത്യയുടെ രാഷ്ട്രപതി ശക്തമായ താക്കീത് നൽകിയിരിക്കുന്നു. വിദേശ സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ തീവ്രവാദികൾക്ക് അനുകൂലമായ നിലപാടാണ് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരായ പ്രസംഗം ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ്. അത് ഈ രാജ്യത്തിനകത്ത് നിന്നാവാം. പക്ഷേ ഈ രാജ്യത്തിന് വെളിയിൽ നിന്നും പലയിടങ്ങളിലും പോയി പ്രധാനമന്ത്രിക്കെതിരെയും ഇന്ത്യക്കെതിരെയും പ്രസംഗം നടത്തുന്ന ഈ ചറ്റയെ പോലെയുള്ള ആളുകളെയാണ് കോൺഗ്രസിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വെച്ചിരിക്കാൻ പോകുന്നത് എന്ന് നാം മനസ്സിലാക്കണം. കാശ്മീരിൽ ആക്രമണം നടത്തിയ മതഭീകരവാദികൾക്ക് പിന്തുണ നൽകിയ പാകിസ്ഥാനെ ശക്തമായ മറുപടി നൽകുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്ക് പാഴാവില്ലെന്ന് പ്രതിഷേധ സംഗമത്തിൽ BJP സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് പറഞ്ഞു. കാശ്മീർ ഉൾപ്പെടെ ഭാരതത്തിലുടനീളം ഭീകരാക്രമണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം അലയടിക്കുകയാണ്. പുൽവാമയിൽ നമ്മുടെ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാനിൽ കയറി തീവ്രവാദികളെ ഉന്മൂലനം ചെയ്ത പാരമ്പര്യം നമുക്കുണ്ട്. വാക്ക് പാലിക്കുന്ന ശക്തനായ പ്രധാനമന്ത്രിയാണ് ഭാരതം ഭരിക്കുന്നതെന്നും രഞ്ജിത്ത് പറഞ്ഞു. ദേശീയ സമിതി അംഗം സി രഘുനാഥ് സംസാരിച്ചു. BJP ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ OK സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് അർച്ചന വണ്ടിച്ചാൽ, രാഗിണി ടീച്ചർ, A സുരേഷ് ബാബു, സെക്രട്ടറിമാരായ T ജ്യോതി, T കൃഷ്ണപ്രഭ, അർജുൻ മാവിലകണ്ടി, കണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് ബിനിൽ കണ്ണൂർ, രാഹുൽ രാജീവ്, ഷമീർ ബാബു, ജിജു വിജയൻ, KG ബാബു, അരുൺ കൈതപ്രം തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലാ സെക്രട്ടറി M അനീഷ് കുമാർ സ്വാഗതവും ട്രഷറർ PK ശ്രീകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഭിന്നിച്ചു നിന്ന വാണിയ സമുദായ സമിതി ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതിയ ഭാരവാഹികളെയും യോഗം തെരഞ്ഞെടുത്തു. സംഘടന രൂപീകരിച്ച് 25 വർഷമാവുന്ന വേളയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷം സംഘടിപ്പിക്കുവാനും വിവിധ ആവശ്യങ്ങൾക്കുമേൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും തീരുമാനിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ 3 വർഷമായി 2 സംഘടനയായി പ്രവർത്തിച്ചു വരുന്ന വാണിയ സമുദായ സമിതി VSS ഐക്യപ്പെട്ട് മാതൃസംഘടനയായ വാണിയ സമുദായ സമിതി കേരള എന്ന ഒറ്റ സംഘടനയായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായാണ് ഭാരവാഹികൾ അറിയിച്ചത്. കഴിഞ്ഞ ദിവസം ചേർന്ന സംയുക്ത യോഗത്തിലാണ് ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തത്. പുതിയ ഭാരവാഹികളെയും യോഗം തെരഞ്ഞെടുത്തു. സംഘടന രൂപീകരിച്ച് 25 വർഷമാവുന്ന വേളയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷം സംഘടിപ്പിക്കും. കൂടാതെ മുച്ചിലോട്ട് ക്ഷേത്രങ്ങളിലെ ആചാര സ്ഥാനികരുടെയും കോലധാരികളുടെയും വേതനം വർദ്ധിപ്പിക്കുക, ജാതി സെൻസസ് നടപ്പിലാക്കുക, OEC ആനുകൂല്യം മുടക്കം കൂടാതെ ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഞങ്ങളുടെ ഇനിയുള്ള ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഔദ്യോഗിക സംവരണം ഞങ്ങൾക്ക് ലഭിക്കണം. 2% ഔദ്യോഗിക സംവരണം ലഭിക്കണം. മറ്റ് ജാതി, നമ്മളിപ്പോൾ ജാതി സംഘടന എന്നൊക്കെ പറയുന്നത്, ജാതി സംഘടനയുടെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യം ഉണ്ടായതുകൊണ്ടല്ല. നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ SLC ബുക്കിൽ ജാതി പേരെഴുതുകയും ആ ജാതിയുടെ അടിസ്ഥാനത്തിൽ തൊഴിൽ അടക്കമുള്ള സംവരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ജാതിക്ക് മാത്രം പിന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം പിന്നെ ഓരോ ജാതിക്കും വിവിധ തരത്തിൽ സംവരണമുണ്ട്. അത് ഈഴവ സമുദായത്തിനായാലും മുസ്ലിം സമുദായത്തിനായാലും നാടാർ സമുദായത്തിനായാലും എന്ന് വേണ്ട എല്ലാ സമുദായങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അടക്കമുണ്ട്. പക്ഷേ വാണിയ സമുദായം ഉൾക്കൊള്ളുന്ന പിന്നോക്ക വിഭാഗം OBC വിഭാഗത്തിലെ 63 ജാതിക്കാർക്ക് 3% സംവരണം മാത്രമാണുള്ളത്. ആ 3% സംവരണം എന്ന് പറഞ്ഞാൽ ഒരു സംവരണവും ഒരാൾക്കും കിട്ടാത്ത സ്ഥിതിയാണ് അത് വരുമ്പോഴുണ്ടാവുക. അതിന് പകരം നമ്മുടെ സമുദായത്തിന് മാത്രമായി 2% സംവരണം വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ മുഖ്യമായ ഉദ്ദേശം. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് VC നാരായണൻ, ജനറൽ സെക്രട്ടറി ഷാജി കുന്നാവ്, വർക്കിംഗ് പ്രസിഡന്റ് K വിജയൻ, വൈസ് പ്രസിഡന്റുമാരായ വിജയൻ, ചന്ദ്രൻ നാലപ്പോടം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സിറ്റി ന്യൂസിൽ ഇനി ബേബി മെമ്മോറിയൽ ഹെൽത്ത് ടിപ്സ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷനെ കുറിച്ചും അതിൻ്റെ നൂതനമായ ആപ്ലിക്കേഷനുകളെക്കുറിച്ചുമാണ്. ഏകദേശം 30 വർഷത്തോളമായി ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ചികിത്സാ രംഗത്ത് ഉണ്ടെങ്കിലും കൂടുതലായും DBSൻ്റെ ഉപയോഗം കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിലാണ് ആരംഭിച്ചത്.
ആദ്യമായി പാർക്കിൻസൺ രോഗികളിലായിരുന്നു DBS ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും നടത്തം വളരെ സ്ലോ ആവുന്ന രോഗികളിലും വിറയൽ കൂടുതലുള്ള രോഗികളിലും മരുന്നുകൾ കൊണ്ടുള്ള ഡിസ്കൈനേസിയ എന്നുള്ള അവസ്ഥയുള്ള രോഗികളിലും DBS വളരെയധികം ഫലപ്രദമാണെന്ന് കണ്ടിട്ടുണ്ട്. പാർക്കിൻസൻ്റെ ഇനീഷ്യൽ 5 വർഷങ്ങൾ മരുന്നുകൾ കൊണ്ട് നല്ല രീതിയിൽ തന്നെ റെസ്പോൺസ് ഉണ്ടാവും. എന്നാൽ 5 വർഷം കഴിയുമ്പോൾ പലപ്പോഴും മരുന്നുകൾ ഫലിക്കാതെ വരികയും രോഗി കൂടുതൽ ഓഫ് പീരീഡിലേക്ക് പോവുകയും നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് വരികയും പേഷ്യൻ്റ് സ്റ്റിഫാവുകയും ചെയ്യും. ഇത്തരം അവസ്ഥയിൽ പേഷ്യൻറ്റിനെ ഓണാക്കാൻ മരുന്നുകൾ ഫലപ്രദമല്ലാത്ത ഒരവസ്ഥയിലെത്തുകയും നമുക്ക് ബ്രെയിനിൻ്റെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ഭാഗങ്ങളെ ചെറിയ വൈദ്യുത തരംഗങ്ങൾ ഉപയോഗിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നടത്തവും മൊബിലിറ്റിയും അതുപോലെ തന്നെ സ്റ്റിഫ്നെസ്സും നന്നായി ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. സാധാരണമായി ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് ഡിവൈസ് അഥവാ ഒരു സ്റ്റിമുലേഷന് വേണ്ടി ക്ലാവിക്കിളിനടിയിലായിട്ട് കോളർ ബോണിനടിയിലായിട്ട് ചെറിയൊരു ബാറ്ററി സ്ഥാപിക്കുകയും അതിൽ നിന്നൊരു വയർ ബ്രെയിനിലേക്ക് കണക്ട് ചെയ്യുകയാണ് ആദ്യമായി ചെയ്യുന്നത്. ഇത് ഒരു കീ ഹോൾ സർജറിയുടെ സഹായത്താലാണ് ചെയ്യുന്നത്. ബ്രെയിനിൽ ഏകദേശം ഒരു ബട്ടൺ ഹോൾ വലുപ്പത്തിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കുകയും ഇതിലൂടെ ഒരു ലീഡ് നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി കടത്തിവിടുകയും എക്സാക്റ്റായിട്ട് ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് സബ്തലാമിക് ന്യൂക്ലിയസിലാണ് കൂടുതലും നമ്മൾ പാർക്കിൻസണിൽ ഈ ലീഡ് കടത്തിവിടുന്നത്. ഇത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കും നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പ്രീ പ്ലാൻ ചെയ്തിട്ടാണ്. എങ്ങനെ ഈ ഇലക്ട്രോഡ് ബ്രെയിനിലോട്ട് പോകണമെന്നത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയും അത് MRI CT തുടങ്ങിയ ഇമേജുകളുടെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഇലക്ട്രോഡിനെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എക്സാക്റ്റായിട്ട് പ്രീ ഡിറ്റർമിൻഡ് സ്ഥലത്തേക്ക് കടത്തിവിടുന്നു. ഇത് കടത്തിവിട്ടതിന് ശേഷം നമ്മൾ രോഗി സാധാരണയായിട്ട് കോൺഷ്യസ് ആയിട്ടാണ് ഉണ്ടാകുന്നത് ഓൺ ദ ടേബിൾ. നമ്മൾ ഒരു സ്കാൻ എടുത്ത് ഇതിൻ്റെ സ്ഥാനം കൃത്യമാണോ എന്ന് തീരുമാനിക്കുകയും ചെറിയ വൈദ്യുത തരംഗങ്ങൾ ഇതിലൂടെ കടത്തിവിട്ട് എങ്ങനെയാണ് രോഗിയുടെ ക്ലിനിക്കൽ റെസ്പോൺസ്, രോഗിയുടെ സ്റ്റിഫ്നെസ്, രോഗിയുടെ വിറയൽ തുടങ്ങിയവ കുറയുന്നുണ്ടോ എന്ന് നമ്മൾ ഓപ്പറേഷൻ ടേബിളിൽ വെച്ച് തീരുമാനിക്കുകയും ചെയ്യുന്നു. ഏറ്റവും നല്ല ക്ലിനിക്കൽ റെസ്പോൺസ് കിട്ടുന്ന സ്ഥലത്താണ് നാം ഈ ഇലക്ട്രോഡ് ഫൈനലി പ്ലേസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബ്രെയിനിലുള്ള ഡിസ്ചാർജസ് എങ്ങനെയാണെന്ന് നോക്കിയും നമുക്ക് ഈ ഇലക്ട്രോഡിൻ്റെ സ്ഥാനം നിർണ്ണയിക്കാൻ സാധിക്കും. അതിനുശേഷം ഈ ഇലക്ട്രോഡിനെ ഒരു വയർ ഉപയോഗിച്ച് ശരീരത്തിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഈ ബാറ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. ഏകദേശം ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഈ ബാറ്ററി സ്വിച്ച് ഓൺ ചെയ്യുകയും പുറത്തുനിന്ന് നമുക്ക് ഈ ഡിവൈസിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, പൾസ് വിഡ്ത്ത്, വോൾട്ടേജ് തുടങ്ങിയവ ഡോക്ടറിന് പുറത്തുനിന്ന് ഒരു മൊബൈൽ മാതിരിയുള്ള ഡിവൈസിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ 2-3 മാസങ്ങൾ പല തവണ അഡ്ജസ്റ്റ് ചെയ്ത് രോഗിക്ക് ഏറ്റവും നല്ല ക്ലിനിക്കൽ റെമിഷൻ, നല്ല വിറയൽ കൺട്രോൾ, നല്ല സ്റ്റിഫ്നെസ് കൺട്രോൾ തുടങ്ങിയവ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഫൈനൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. പാർക്കിൻസൺ ആണ് കൂടുതലായും നമ്മൾ DBS ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ ഡിസ്റ്റോണിയ, അൺകൺട്രോൾഡ് ട്രമർ, തീരെ മാറാത്ത അപസ്മാര രോഗങ്ങൾ, ചില സ്ട്രോക്കുകളിലും പിന്നെ ഡെമൻഷ്യ തുടങ്ങിയ രോഗാവസ്ഥകൾക്കും DBS ഇപ്പോൾ ധാരാളമായി ലോകത്തിൻ്റെ പല ഭാഗത്തും ഉപയോഗിച്ച് വരുന്നുണ്ട്. ഞങ്ങൾ കണ്ണൂർ ബേബിയിൽ ഡിസ്റ്റോണിയ കേസുകളിൽ റീസെൻ്റായിട്ട് പല കേസുകളും ചെയ്യുകയും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം രോഗികളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കാനുണ്ട്. എല്ലാ രോഗികൾക്കും DBS സ്യൂട്ടബിൾ അല്ല. യൂഷ്വലി 5 വർഷം പാർക്കിൻസണിന് ശേഷമാണ് നമ്മൾ രോഗികളെ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് കിടപ്പ് രോഗികൾക്ക് DBS ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. പിന്നെ പാർക്കിൻസൺ പോലെ തോന്നുന്ന PSP, CBGD, MSA തുടങ്ങിയ അസുഖങ്ങൾ ഇത് പാർക്കിൻസൺ പോലെ തോന്നുകയും പക്ഷേ അവ DBSന് റെസ്പോണ്ട് ചെയ്യുകയില്ല. അപ്പോൾ രോഗിയുടെ സെലക്ഷൻ വളരെ പ്രധാനമാണ്. അതാണ് ഈ രോഗത്തിൻ്റെ മുക്തി കിട്ടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ജനിതകമായിട്ട് വരുന്ന ഡിസ്റ്റോണിയകൾ, പല ജീനുകൾ ഉള്ള ഡിസ്റ്റോൺ, DYT1, DYT2 അങ്ങനെയുള്ള ഡിസ്റ്റോണികൾക്ക് വളരെ നല്ല റെസ്പോൺസാണ് DBS നൽകുന്നത്. ഈ കുട്ടികൾ പൊതുവെ നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളതും ശാരീരിക വൈകല്യത്തോടു കൂടിയുമാണ് ചെറിയ വയസ്സുകളിൽ കാണപ്പെടുന്നത്. ഇവ DBS ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വൈകല്യത്തെ
100% മാറ്റാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരാനും രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. പൊതുവേ കോംപ്ലിക്കേഷൻസ് വളരെ കുറഞ്ഞ ഒരു ചികിത്സാ രീതിയാണ് DBS. 3% താഴെ മാത്രമേ കോംപ്ലിക്കേഷൻസ് ഈ ചികിത്സാ രീതിയിൽ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് DBS കേസുകൾ ചെയ്തു വരുന്നുണ്ട്. നന്ദി, നമസ്കാരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 9,005, പവന് 72,040 രൂപ, വെള്ളി 110 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP രാജ്യം ഭരിക്കാൻ അറിയാത്ത പാർട്ടിയെന്ന് കെ സുധാകരൻ. കാശ്മീരിലെത്തിയ സാധാരണ ജനങ്ങളെ സംരക്ഷിക്കാനായില്ലെന്നും വിമർശനം. ചേറ്റൂർ വിഷയത്തിലും BJPക്ക് മറുപടി. ചേറ്റൂർ C ശങ്കരൻ നായരെ അനുസ്മരിച്ച് കോൺഗ്രസ്. പള്ളിക്കുന്നിലെ ബസ് അപകടത്തിൽ നടപടി. ഡ്രൈവറുടെ ലൈസൻസ് മരവിപ്പിച്ചു. ഡ്രൈവർ ലിബിന് നിർബന്ധിത പരിശീലനം. നടപടി കണ്ണൂർ എൻഫോഴ്സ്മെന്റ് RTO B സാജുവിന്റേത്. കണ്ണൂർ നഗരം സാമൂഹ്യ വിരുദ്ധരുടെ താവളം. അയൽ സംസ്ഥാന തൊഴിലാളി കുത്തേറ്റ് ഗുരുതരാവസ്ഥയിൽ. പ്രതികൾ പിടിയിൽ. കുത്താനുപയോഗിച്ച കത്തി കണ്ടെടുത്തു. പിന്നിൽ സെക്സ് റാക്കറ്റെന്ന് പോലീസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.